വൈദികന്മാരുടെ യൂണിറ്റാണ് സെൻറ്റ് ജോസഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? എനിക്കൊന്ന് ഈ ഇടവകയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? അത് തന്നെയല്ലേ? നിങ്ങൾ തന്നെയല്ലേ? ഓക്കെ, അതിൻ്റെ അഭിമാനമൊക്കെ നിങ്ങളുടെ മുഖത്തുണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയാം, എനിക്കും അറിയാം, നിങ്ങൾ ഒരുപാട് വൈഡ് ഏരിയയിൽ പരന്ന് കിടക്കുന്നതിൻ്റെ ചെറിയൊരു വിഷമവും നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായിട്ടും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത് നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ഈ പരിശ്രമിക്കുമെന്ന് ഞാൻ കരുതാം. നമ്മുടെ ഈ കുടുംബം ഇന്ന് ഈ കൂട്ടായ്മയുടെ തിരുനാൾ ആചരിക്കുന്ന വിശുദ്ധ പ്രത്യേകതയില്ല. സെൻറ്റ് ജോസഫിൻ്റെ ഫീസ്റ്റ് ദിനത്തിലല്ല നമ്മൾ ആചരിക്കുന്നത്. ഇന്ന് ആരുടെ തിരുനാളാണ്? പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. ത്രിത്വം എന്തിൻ്റെ പ്രതീകമാണെന്ന് അറിയാം നമുക്ക്? ഏറ്റവും പ്രധാനപ്പെട്ട ത്രിത്വത്തിൻ്റെ പ്രതീകം എന്താ പറയുക നമ്മൾ? അത് ഒരുമയുടെ, ഐക്യത്തിൻ്റെ പ്രതീകമാണ്. മനസ്സിലാക്കി കൊടുത്തിട്ട് 3:1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? കണക്ക് ടീച്ചർമാർ പറ്റുന്നുണ്ട് അവിടെ. സാധാരണഗതിയിൽ നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. 3:1 അല്ലെങ്കിൽ 1:3 നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം. പക്ഷെ അതാണ് ത്രിത്വം. സെൻറ്റ് അഗസ്റ്റിൻ ത്രിത്വത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഐക്യത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ത്രിത്വത്തിന് 3 ആളുകളുണ്ട്. ആരൊക്കെയായിരിക്കാം 3 ആളുകൾ? ത്രിത്വത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കൂട്ടായ്മയും സ്നേഹവുമാണെന്ന് സെൻറ്റ് അഗസ്റ്റിൻ പറയും. അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര കാഴ്ചപ്പാട് പറയും ത്രിത്വത്തിൽ 3 ആളുകൾ. നമ്മൾ പറയും 3 ആളുകളല്ലാതെ പറയുന്നത്. 1 സ്നേഹം കൊടുക്കുന്ന ആൾ, 2 സ്നേഹം സ്വീകരിക്കുന്ന ആൾ, 3 സ്നേഹത്തിൻ്റെ ഉറവാണ്. ഇത് 3 ചേരുമ്പോഴാണ് ത്രിത്വമാകുന്നത്, ഐക്യമാകുന്നത്. നമ്മുടെ കുടുംബ കൂട്ടായ്മകളും ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ ആയിട്ട് മാറുന്നത് ഈ സ്നേഹം പങ്കുവയ്ക്കുന്നിടത്താണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നല്ല കൂട്ടായ്മയാകാൻ സാധിക്കട്ടെ എന്ന് ആദ്യം ആശംസിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയെക്കുറിച്ച് കുടുംബ യൂണിറ്റ് ഒരിക്കൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുടുംബ കൂട്ടായ്മകളുടെ ആരംഭദിനം നമ്മൾ ആചരിച്ചത്. എന്തായിരുന്നത്? പെന്തക്കോസ്ത് തിരുനാൾ. അന്നാണ് കൂട്ടായ്മ ആരംഭിക്കുന്നത്. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഞാൻ കുർബാനകൾ സൂചിപ്പിച്ചതിൻ്റെ ഓർമ്മ, ലൂക്കായുടെ സുവിശേഷം അവസാന ഭാഗത്ത് ഈശോ ഒരു 2 നാടകന്മാരെ ഓർമ്മയില്ലേ നമുക്ക്? അവസാനം 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർ കൂടിയിരുന്നു. അവരെന്ന് വിചാരിച്ചത് ഈ നിൽക്കുന്നത് ഈശോയാണ് വിചാരിച്ചത്. അതെന്താണെന്ന് വിചാരിച്ചത്? ഭൂതമാണെന്ന് കരുതി. അങ്ങനെ പേടിച്ച് ഈശോയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഈശോ അവരോട് പറയുന്നത്, അവർ കഷ്ണം വറുത്ത മീൻ ബാക്കിയുണ്ടല്ലോ, ഞാനത് കഴിക്കാമെന്ന് പറഞ്ഞ് അവരുടെ ടേബിളിൽ നിന്ന് ഒരു വറുത്ത മീൻ കഷ്ണം എടുത്ത് ഈശോ കൊതി കൊണ്ട് കഴിച്ചു. അല്ലേ? അല്ല, ഞാൻ മനുഷ്യനാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളെ കൂടെ നിങ്ങൾ കണ്ട നിങ്ങളുടെ ഗുരുവായ ഈശോയാണ് ഞാൻ ഉറപ്പിച്ച് അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ഈശോ വറുത്ത മീൻ കഷ്ണത്തിൽ കഴിച്ച് അത് കഴിഞ്ഞ് ഈശോ ഒരുപാട് പ്രബോധനങ്ങളോടെ കടന്നു പോകുന്നുണ്ട് അവിടെ. അതിൽ അവസാനം ഈശോ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കൊന്നും അനുകരുത്, നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുക, ഉന്നതിൽ ഞാൻ ശക്തി തരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞ ശിഷ്യന്മാർ കാത്തിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈശോ ഇങ്ങനെ കുറച്ച് കൂടെ നടന്നുപോയി പ്രധാനിയായി എത്തി ശിഷ്യന്മാരെ പുറകിൽ പോയി തരി കഴിഞ്ഞപ്പോൾ ഇല്ലേ ആരൊക്കെ വായിച്ചിട്ടില്ല. ഇത് പോയിച്ചിട്ട് വാങ്ങിക്കൊണ്ടായിട്ട് ഏറ്റവും അവസാനത്തെ ഭാഗം പ്രധാനമന്ത്രിയാണ് അവസാനത്തെ ഭാഗം വായിച്ചിരിക്കും. ഈശോയ്ക്ക് ടാപ്പി കൊടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് പോകുന്നു. അവർ മുകളിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നു. പിന്നെ അവർ നേരെ വന്ന് ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥനയ്ക്കെതിരായി ശാന്തരായി ഇരുന്നു എന്നാണ് സുവിശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുക. അവസാനത്തെ വാക്ക് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് നടപടി പുസ്തകത്തിൽ ഈ കോലാഹലങ്ങളൊക്കെ വരുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്മേൽ പരിശുദ്ധാത്മാവ് വരുന്നതും പത്രോസിൻ്റെ ആദ്യ പ്രഘോഷണവും അതിൻ്റെ പരമായി ആദ്യ കൂട്ടായ്മ രൂപപ്പെടുന്നതും അവരുടെ ഒരുമിച്ച് ചേരുന്നത്. ആ ഒരുമിച്ച് ചേരാനായിട്ട് 4 കാരണങ്ങൾ കണ്ടെത്തിയെന്നാണ് അവർ ഒരുമിച്ച് ചേരുന്നത്. ഞാനൊക്കെ കൂട്ടായ്മ പറഞ്ഞാൽ കുറച്ച് പേർക്ക് ഓർമ്മയുണ്ടാകും. 4 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 1 അപ്പസ്തലന്മാരുടെ പ്രബോധനത്തിന് വേണ്ടി, 2 പ്രാർത്ഥനയ്ക്ക് വേണ്ടി, 3 അപ്പം മുറിക്കാൻ വേണ്ടി, 4 അതിലൂടെയുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്നു. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി അവർ അനുദിനവും ഒരുമിച്ച് കൂടി എന്നാണ് പറയുന്നത്. നമ്മളുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം തന്നെയാണ് ഈ 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണ്? അപ്പോസ്തലന്മാരുടെ പ്രബോധനം. ഇതെന്താണ് ഈ പ്രബോധനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾക്ക് വൈകിയ സുവിശേഷം പുസ്തകമുണ്ട്, ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. നമുക്കെല്ലാം എപ്പോഴും നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മയെ കുറിച്ച് പറയാതെ മുതിർന്നവരുടെ മതബോധം ആണെന്ന് കൂടെ പറയാറുണ്ട്. അയ്യോ വ്യത്യസ്തമാണോ? അങ്ങനെയായിരിക്കില്ല, അങ്ങനെയല്ല. മുതിർന്നവരുടെ മതബോധം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കൂടിയിരുന്ന് നമ്മൾ നമ്മുടെ വിശ്വാസ രഹസ്യങ്ങൾ പങ്കുവെച്ച് വളർത്താനുള്ള വേദിയാണ്. ഇവിടെ പല പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പെട്ടെന്ന് ആരെയും കണ്ട് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഏത് പ്രൊഫഷനാണെങ്കിലും ഇവിടെ വക്കീലന്മാർ കുറേയുള്ള സ്ഥലം നിലകൊണ്ടിരിക്കാൻ ഞാൻ തോന്നുന്നു. വക്കീലന്മാർക്ക് അവരെല്ലാം പഠിച്ചിറങ്ങിയത് വെച്ച് ഇപ്പോൾ പണിയെടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പുതിയ കേസുകളും പുതിയ വിധിന്യായങ്ങളൊക്കെ പഠിച്ച് അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടിരുന്നാലാണ് അവർക്ക് അവരുടെ
അവിടെ ഒരു അപ്പസ്തലൻ പ്രവേശനത്തിൽ കടന്നു വരാൻ വേണ്ടി കാത്തിരിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ പ്രതിനിധിയായിട്ട് ഞാൻ കടന്നു വരണമെന്ന് ആഗ്രഹിക്കാനല്ല. തീർച്ചയായിട്ടും ഞാനത് ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് തന്നെ പരസ്പരം പങ്കുവയ്ക്കേണ്ട ഒരു വേദിയാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ. അതിൻ്റെ പുറകെ അവിടെ പ്രാർത്ഥനയുണ്ട്, അപ്പം മുറിക്കൽ ഉറപ്പായിട്ടുണ്ടല്ലേ, ഉണ്ട്, അപ്പം മുറിക്കലുണ്ട്. അത് പ്രധാനപ്പെട്ട അപ്പം മുറിക്കലല്ല, ശിഷ്യന്മാരുടെ അന്നത്തെ റിപ്പോർട്ടിൽ അപ്പം മുറിക്കൽ ഇന്ന് നടക്കുന്നത് നമ്മുടെ ദേവാലയത്തിൽ ബലിപീഠത്തിലാണ്. അപ്പം അവിടേക്കുള്ള ഒരു വരവ് കൂടെ നമുക്ക് വേണം. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൂട്ടായ്മ വർദ്ധിക്കുന്നിടത്താണ് നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ അർത്ഥവും വ്യാപ്തിയും വർദ്ധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ സെൻറ്റ് ജോസഫ് കുടുംബ കൂട്ടായ്മ ഇനി കൂടുമ്പോൾ ചുരുങ്ങിയത് ഇത്രയും പേരെങ്കിലും 53 വീടെന്ന് പറയുമ്പോൾ 3 പേര് വെച്ച് 30 പേരുമാണ്. ഇത് ഒരു 60 പേരുടെ സ്ട്രെങ്ത് കാണും, മാക്സിമം ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഇരട്ടി വേണം. നമ്മൾ 150 പേരെങ്കിലും നിങ്ങളുടെ കൂട്ടായ്മയും ലൈവ് 3 പേര് മിനിമം ഉണ്ടാകുമെന്ന് എനിക്കൊരു ധാരണയുണ്ട്. 150 പേരെങ്കിലും വേണ്ടതാണ് ടിക്കറ്റിൽ. അതായത് നമ്മുടെ കുടുംബ കൂട്ടായ്മ കൂടുമ്പോൾ അവിടെ ആ കുടുംബനാളെ നമുക്ക് തോൽപ്പിക്കണം. 2 തരത്തിൽ തോൽപ്പിക്കണം. സ്ഥലമില്ലാതെ വിഷമിക്കണം. 2 കൊണ്ടുപോകുന്ന അപ്പം തികയാകാവുന്ന കഷ്ടപ്പെടണം. നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. നമ്മളത് മുറിച്ച് കഴിയുമ്പോൾ 12 കൊണ്ടില്ല, അതിലും കൂടുതൽ ബാക്കി വരും. അങ്ങനെ നമുക്ക് സഹകരിച്ച് സ്നേഹം പങ്കുവെച്ച് കൂട്ടായ്മയെ വർദ്ധിപ്പിക്കാനായിട്ട് അടുത്ത കുടുംബ കൂട്ടായ്മ സാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം നമുക്കൊരു വലിയ കടമയുണ്ട്, അതുകൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. സെൻറ്റ് ജോസഫ് കുടുംബ കൂട്ടായ്മ നമ്മുടെ ഇടവകയുടെ വലിയൊരു മേഖല കവർ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. അങ്ങനെ വിചാരിക്കണം. ഞാൻ മനസ്സിലാക്കി തരുന്നതോളം വലിയ എങ്കിലും സെൻറ്റ് അൽഫോൻസയും നിങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്ത യൂണിറ്റ്. ശരിയാണോ? ചേട്ടൻ്റെ യെസ്, ഏതാണ്ട് വരുന്നത് എനിക്ക് അറിയില്ല, കുറച്ച് കഴിയുമ്പോൾ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കേണ്ട, ക്രിസ്തുവിൻ്റെ പ്രകാശം ചൊരിയേണ്ട കടമ നിങ്ങളുടേതാണ്. ഞാൻ ഏതൊരു കൂട്ടായ്മയിലും പറഞ്ഞിരുന്നു. ഞാനൊരിക്കൽ ചെറിയ ക്ലാസ്സിൽ കൂട്ടുകാരുടെ കുട്ടികളൊക്കെ പോയിട്ട് തമാശയ്ക്കും ചോദിച്ചു, ടെക്സ്റ്റ് ക്ലാസ്സിലാണ് ചോദിച്ചു, എത്ര സുവിശേഷം ചോദിച്ചു. എത്ര സുവിശേഷം ചോദിച്ചപ്പോൾ കുട്ടികൾ പല ഉത്തരങ്ങൾ പറയുന്നത്. 1 എന്ന് പറഞ്ഞവരുണ്ട്, 50, 100, 1000 പറഞ്ഞവരുണ്ട്. കൊച്ചുകുട്ടികളാണ് നിങ്ങൾ വിഷമിക്കുന്നത്. അങ്ങനെ പലരും പല നമ്പർ പറഞ്ഞു. പക്ഷെ ഭൂരിപക്ഷം പറഞ്ഞത് 4 എന്നാണ്. ശരിയാണ്, ശരിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏതൊക്കെ 4? 1, 2, 3, 4. മത്തായി, മാർക്കോസ്, വെളിപാട്, യോഹന്നാൻ 4. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ വാശി പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ല 5 അല്ല 5. 4 പറയിപ്പിച്ചിട്ട് അവനപ്പോഴും വിട്ടിട്ടില്ല, 5 വാശി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവസാനം എല്ലാവരും ചിരിക്കുന്നുണ്ട്, ഞാനും കുറച്ച് ചിരിക്കുന്നുണ്ട്, സ്വാഭാവികമാണ് ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ദൈവം അങ്ങനെ കഴിഞ്ഞു, ഞാനും ചിരിച്ചു. അവസാനം അവരെന്നോട് പറയുകയും പറഞ്ഞു, മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. പിന്നെ അവൻ അപ്പം കേട്ടിട്ട് പോസിറ്റ് നിൽക്കുകയാണ്. ചോദിച്ചിട്ട് 5ാമത്തെ പറയുക. അവൻ പറഞ്ഞു, 5ാമത്തെ എൻ്റെ സുവിശേഷം. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ഇരിക്കുന്നത് അവൻ പറഞ്ഞതാണ് കൂടുതൽ ശരിയാണ്. ഇവർ പറഞ്ഞത് തെറ്റാണ് ഞാൻ പറഞ്ഞിരിക്കുക. 4 ഉത്തരം ശരിയാണ്, പക്ഷെ കൂടുതൽ ശരി അവൻ പറഞ്ഞതാണ്. നമ്മളിതൊക്കെ പഠിച്ച് വായിച്ച് മനസ്സിലാക്കി എൻ്റെ ജീവിതം കൊണ്ട് ഒരു സുവിശേഷം രചിക്കാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ഞാൻ കൈവരിക്കുന്നത്. ഈ കുട്ടി പക്ഷേ അമ്മ പറഞ്ഞു കൊടുത്തായിരിക്കാം, ആരും പറഞ്ഞു കേട്ടതായിരിക്കാം, അങ്ങനെ വലിയൊരു സെൻറ്റൻസിൻ്റെ പൂർത്തി അവനുണ്ടായിട്ട് പറഞ്ഞതായിരിക്കണമെന്നില്ല. പക്ഷേ എങ്കിലും അതിൽ നമുക്കൊരു നല്ലൊരു പാഠം അവൻ തരുന്നുണ്ട്. എൻ്റെ ജീവിതം ഒരു സുവിശേഷമാകുന്നത് നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സ്നേഹത്തിൻ്റെ സാക്ഷ്യം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശം ചൊരിയാം. നിങ്ങളാരും കക്ഷത്തെ ബൈബിളിലൊക്കെ പ്രസംഗിക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ആകാം, പക്ഷെ അതിനേക്കാൾ ഉപരിയായി ജീവിതം കൊണ്ട് അത് പ്രഘോഷിക്കാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ കുടുംബ കൂട്ടായ്മയുടെ അർത്ഥം അതിൻ്റെ പൂർണ്ണതലത്തിലെത്തുന്നത്. അപ്പോൾ ഇന്ന് ഈ തിരുനാൾ വാർഷിക ആഘോഷങ്ങൾക്ക് ഈ നമ്പർ നേരുകയാണ്. സെൻറ്റ് ജോസഫിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല, അത് വലിയ അപരാധമാണ്. സെൻറ്റ് ജോസഫിന് പ്രത്യേകത എന്താണെന്നറിയുമോ? ആളെക്കുറിച്ച് ബൈബിൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയുമോ? നീതിമാണ്. ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ, കുറേ പ്രാവശ്യം പറഞ്ഞിട്ടൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. മദർ പോകുന്നത് എന്താണെന്നറിയോ? മദർ പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ല. ഇല്ല, മദർ പറഞ്ഞത് അവസരത്തെ കൂടി പറഞ്ഞിരിക്കുന്നത് ആള് സ്വപ്നം കണ്ടിരുന്നു എന്നുള്ളതാണ്. മഴക്കാലം വരുന്നത് നമുക്ക് കുറേ ദിവസങ്ങൾ കാണാൻ ഇഷ്ടപ്പെട്ടു, കൂടുതൽ കാണാൻ. പക്ഷെ അവസരത്തിന് സ്വപ്നം എന്ന് പറയുന്നത് ഒരിക്കലും കിടന്നുറങ്ങി കാണുന്ന ദിവാസ്വപ്നങ്ങളെ കുറിച്ചല്ല പറയുക, മറിച്ച് തമ്പുരാനോട് ആലോചന ചോദിച്ചുകൊണ്ട് തമ്പുരാൻ തരുന്ന പ്രതികരണങ്ങളെയാണ്
ജോസഫ് ഉണ്ടായിരുന്നു പറഞ്ഞേ പറ്റൂ. ആദ്യത്തെ സ്വപ്നം എന്തായിരുന്നു ജോസഫിന്റെ? സ്വപ്നം പിന്നെ ആദ്യത്തെ സ്വപ്നം മറിയത്തെ പാപം ഒന്നും ചെയ്യേണ്ട, പതുക്കെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് പിന്നെ പറയാണ് അവൻ അതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക. കിടന്നുറങ്ങിയ സ്വപ്നമാണത് അല്ല. പ്രാർത്ഥനാപൂർവ്വം തമ്പുരാന്റെ മുമ്പിൽ എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ 3-4 സ്വപ്നങ്ങൾ 10-20 വാക്യത്തിനുള്ളിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് സ്വപ്നം കാണുന്നത്. രണ്ടാമത്തെയും കഴിയുന്നതിന് മുമ്പ് വീണ്ടും 3 സ്വപ്നം അദ്ദേഹം കാണുന്നു. എന്ത് സ്വപ്നം നമുക്കറിയില്ലേ? അതാണ് ഉണ്ടായിരുന്നത്. ജ്ഞാനികൾ വന്നു, ഹെരോദ് ശിവര് പറഞ്ഞു, അവര് തിരിച്ചു പോകുന്നു. അപ്പോൾ സ്വപ്നത്തിൽ ദൂതൻ പറയുന്നു, നോക്കിയേ എത്രയും പെട്ടെന്ന് തുണിയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകും. അവിടെയും സ്വപ്നം ആലോചനയായി. ഇവിടെ നടക്കുന്ന നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് തമ്പുരാനും ഒരു ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ ഉണ്ണിയെയും മറിയത്തെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോകും. അവിടെ അങ്ങനെ പ്രതിയായിട്ട് ഈജിപ്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും കേൾക്കുക, ഹെരോദോസ് എന്ന് പറയുന്ന ദൂതൻ ഇപ്പോൾ ഇല്ല, ധൈര്യമായിട്ട് പോകാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂതൻ പറയുക, നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക. അപ്പോഴാണ് അവസരപിതാവ് അവിടുന്ന് മറിയത്തെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുവാൻ കഴിക്കുന്നത് മകൻ അർക്കലായോസാണ്, സൂക്ഷിച്ചു, അതുകൊണ്ട് നീ യൂദയായിലേക്ക് പോകേണ്ട, ഗലീലയിലേക്ക് പോകുമെന്ന് പറയുന്നത്. അതിൽ വീണ്ടും ഒരു സ്വപ്നം കാണുന്നു, ഗലീലയിലേക്ക്. അങ്ങനെ 4 സ്വപ്നങ്ങൾ ഒരു 10-20 വാക്യത്തിനുള്ളിൽ തന്നെ കാണുന്നുണ്ട്. അതായത് ഈ സ്വപ്നങ്ങളുടെയൊക്കെ പ്രത്യേകത നമ്മൾ കാണുന്ന ദിവാസ്വപ്നങ്ങളോ ഉറക്ക സ്വപ്നങ്ങളോ അല്ല, മറിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന പ്രത്യുത്തരങ്ങളാണ് അവസരപിതാവിന്റെ സ്വപ്നങ്ങൾ. അങ്ങനെയെങ്കിൽ നമ്മൾ അവസരപിതാവിനെ നാം വരുന്ന യൂണിറ്റ് ഈ തിരുനാളാണെങ്കിൽ നാം വേണ്ടി ശ്രമിക്കേണ്ട ഒരു ചിത്രം ഇതാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയുടെയും തിന്മയുടെയും സന്തോഷത്തിൻ്റെയും ദുഃഖങ്ങളുടെയൊക്കെ സാഹചര്യങ്ങളിലേക്ക് ദൈവത്തോട് ആലോചന ചോദിച്ചു തീരുമാനമെടുക്കാനും ദൈവത്തിൻ്റെ ഹിതമറിയാനും അത് സ്വപ്നമായിട്ട് കാണാൻ, സ്വപ്നമായിട്ട് ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഈ സെൻറ്റ് ജോസഫ് യൂണിറ്റിൻ്റെ അഭിമാന പാത്രങ്ങളായിട്ട് മാറുക. പിന്നെ തിരുനാൾ വാർഷിക ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം കൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളെ അഭിനന്ദിക്കാനൊരു കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് പറയുന്നത് ഭയങ്കര മോശമാകും. അതുകൊണ്ട് നമ്മുടെ കേന്ദ്ര സമിതി പ്രസിഡന്റ് കൊണ്ടിരിക്കുന്നുണ്ട്, കമ്മീഷൻ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇടവകയിൽ 15 യൂണിറ്റിൽ വചനം പങ്കുവയ്ക്കുന്ന ഏക യൂണിറ്റാണ് സെൻറ്റ് ജോസഫ്. പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകുകയാണ്. നിങ്ങളെ നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ മുതൽ മുതിർന്നവർ എല്ലാവരും പറയുന്നവർക്കൊക്കെ കുറച്ച് സമ്മാനങ്ങൾ നരത്തിരപ്പുരയിലേക്ക് കൊടുത്ത് അത് ഒരു ആഘോഷമാക്കി മാറ്റി ഞാൻ ചിന്തിക്കുകയാണ്. കുറച്ച് അതിൻ്റെ ഒരു നല്ലൊരു സമയം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കൂട്ടായ്മ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനിയും അടുത്ത കൂട്ടായ്മകൾ നമ്മൾ കൂടുമ്പോൾ എങ്ങനെയാവണം? ഈ ഇരിക്കുന്ന എല്ലാവരും ആ കൂട്ടായ്മയിൽ ഉണ്ടയാകുന്നല്ല ഉണ്ടാകും അല്ലേ? റെഡിയാണോ? റെഡിയാണോ? ഞങ്ങൾ മണ്ടയ്ക്ക് റെഡിയാണോ? യെസ്, റെഡിയാണ്. അടുത്ത കൂട്ടായ്മയിൽ നമുക്ക് എല്ലാവർക്കും കണ്ടുകൂട്ടാം. അങ്ങനെ മഴ പെയ്യുക. 1 മാസം വരെ കൂട്ടായ്മയിൽ മഴ പെയ്യും. കാരണം മഴ പെയ്തതുകൊണ്ടാണ് വരാതിരുന്നതെന്ന് ഇപ്പം തന്നെ നിങ്ങൾ എഴുതി വയ്ക്കേണ്ട. മഴ പെയ്യും, കുടയുണ്ട്, നമുക്ക് വാഹനങ്ങളുണ്ട്. നമുക്ക് ഒരു കാര്യം മഴ പെയ്യുന്നത്